നമുക്ക് നല്ലൊരു കടച്ചക്ക ബജ്ജി ഉണ്ടാക്കിയാലോ? കടച്ചക്ക ബജ്ജി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടച്ചക്കയിൽ തൊണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നടുക്ക കട്ടിയുള്ള ഭാഗം കളയുക കേട്ടോ. പിന്നീട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് കടലമാവ്, ഒരു ബൗൾ കടലമാവും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ചാറ്റ് മസാല, അല്പം ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ച് പാകത്തിന് വെള്ളത്തിന് തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കുക. അതൊരു ഗ്ലാസ്സിലേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ആ സമയം ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് തിളയ്ക്കണം. പിന്നീട് നമുക്ക് ഡിപ്പ് ചെയ്ത് ഓരോന്നും ഈ എണ്ണയിലേക്ക് ഇടാം. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ചെറു തീയിൽ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, പുറമേ നല്ല ക്രഞ്ചിയാണ് കേട്ടോ. നല്ല നമ്മൾ വാഴയ്ക്ക ബജിയൊക്കെ പല ബജികളും കഴിച്ചിട്ടുണ്ട്, പക്ഷേ കടച്ചക്ക ബജി ഒന്ന് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല മഴയും നല്ല ചൂടൻ ചായയോടെ ഞങ്ങൾ കടച്ചക്ക ബജിയൊക്കെ കൂടി കഴിക്കാൻ പോകാട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.